അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവെ, അങ്ങയുടെ മക്കളുടെ രേഖകൾ
ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നുണ്ടല്ലോ, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനേ നമുക്ക് പറ്റത്തില്ല. ചില പരീക്ഷ എഴുതാൻ നമുക്ക് പറ്റത്തില്ല. ചില ഇൻ്റർവ്യൂവിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി വിജിഷ്യ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളെന്ന് പറഞ്ഞു SOP, അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയാൻ പാടില്ല. അതായത് പ്രോജക്റ്റിൻ്റെ സോഴ്സ്, ദ സോഴ്സ് ഓഫ് ദി പ്രോജക്റ്റ്. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ PhD ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സോഴ്സ് എന്താണ്, ആ സ്കോപ്പ്, അതിൻ്റെ സ്കോപ്പ്, ഇങ്ങനെ കുറേ കാര്യം ചോദിക്കും. അപ്പോൾ ഇവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഇവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, സത്യമായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ തോറ്റു പോകും, ഞാൻ ഉടമ്പടി കാശൂരി പിടിച്ച് നിന്നെയും കൊണ്ടാണ് ഞാൻ പോണത്, ഞാൻ തോറ്റു മുടങ്ങരുത്, എന്നോട് ചോദിക്കരുത്. അപ്പോൾ അവൾ ആ ദൈവമായിട്ട് അത്തരം ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് ഈശോയോട് അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് മാത്രം ആ SOP ചോദിച്ചില്ല, പക്ഷെ ബാക്കി 14 പേരോട് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ നമ്മൾക്ക് എടുത്ത പൊങ്ങാത്ത കാര്യം ദൈവം ഏറ്റെടുത്ത് നടത്തും. അതുകൊണ്ട് ഈശോ അതിനു വേണ്ടി, ഈശോക്ക് അതങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈശോയാണ് ആ അവസ്ഥ, ആത്മീയ അവസ്ഥ കണ്ടുപിടിച്ചത്. എന്താ പറഞ്ഞത്? ഈശോ വളരെ സൂക്ഷ്മതയോട് കണ്ടുപിടിച്ച ഒരു ദൈവികമായ രഹസ്യമാണത്. എന്താണ്? യോഹന്നാൻ 14:10 വായിച്ച്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഈശോ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. മനുഷ്യാവതാരത്തിന് പരിമിതികളുണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ പരിമിതികളിൽ നിന്ന് ആ പരിമിതി അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈശോ ചെയ്യണതില്ല. അപ്പോൾ ഈശോ അത് പറയുകയാണ്, അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന്. ഈ ഒരു ആധ്യാത്മിക സാധ്യത ഉണ്ടാക്കിയ വിപ്ലവം ഉണ്ടല്ല, ചെറിയ വിപ്ലവമൊന്നുമല്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളുണ്ട്, നമുക്ക് നടക്കാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനോ നടക്കത്തില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടാനോ അല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് ഈശോ നേരത്തെ ഒരു വചനം പറഞ്ഞിട്ട് നമ്മളോട് 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ എൻ്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, അപ്പം വസിക്കും. അപ്പം ഈശോയുടെ വചനങ്ങൾ ഉടമ്പടി പാലിച്ചാൽ നമ്മൾ കർത്താവ് നമ്മളിൽ വസിക്കുമെന്നാണ് പറയണത്. കർത്താവ് നമ്മൾ വസിച്ചാൽ എന്താ ഗുണം? അത് 14:10 ഇഫക്റ്റ് ഉണ്ടാകും. എന്താണ്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പോലെ ഈശോ ഉടമ്പടി പ്രകാരം നമ്മൾ വസിച്ചാൽ, നമ്മൾ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ചെറിയ പ്രവൃത്തിയൊന്നും ആയിരിക്കത്തില്ല, അത് വലിയ പ്രവൃത്തികളായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ചില പട്ടി വരുമ്പോഴേ ചില സമയത്തൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്, ജീവനം കൊണ്ട് ഓടുമ്പോൾ നമ്മൾ തോടൊക്കെ ഒറ്റ ചാടത്തില്ലേ, മതിന് വരെ ചാടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പിറ്റേ ദിവസം പട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് ഓടി വന്നാൽ ചാടാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ തന്നെ എന്തൂസിയാസം എന്നും സംഭവമുണ്ട്. അഭിഷേകത്തിൻ്റെ അനുഭവ തലങ്ങളാണ്. തെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അകത്ത്, തെയോസ് എന്ന് വെച്ചാൽ ദൈവം, എന്ന് അകത്ത്. നമ്മൾ ഈ വസിപ്പിലൂടെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുസരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു അന്തർവസിപ്പുണ്ടാവും. ഈ വസിപ്പിലൂടെ ഈശോ പറഞ്ഞില്ലേ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട്
ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതായത് അന്തർവസിപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണത്. വലിയ കാര്യങ്ങൾ. ഈ മരിയൻ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാൻ ഹെവി ഡ്യൂട്ടി വിഷയങ്ങൾ വെച്ചാൽ നിങ്ങൾ ഉടമ്പടി അതനുസരിച്ച് കൊണ്ട് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നിർവഹിച്ചു. ആദ്യമായി കൃപാസനത്തിൽ ഈ സദസ്സിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനെ 1000 നന്ദി പറയാണ്. എൻ്റെ പേര് നീരജ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രചോദനമായത്. തൃശ്ശൂരിലെ പാവർട്ടി എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥകേന്ദ്രം കൂടിയാണ് പാവർട്ടി ഇടവക. അപ്പം ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ 22-ാം തീയതിയാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പഠിച്ചതെല്ലാം തൃശ്ശൂരാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ. ഞാൻ എൻ്റെ MBBS കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. 2024 ഹൗസ് സർജൻസി കഴിഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ ഉപരിപഠനത്തിനായിട്ട് നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ളൊരു പ്ലാനായിരുന്നു എനിക്കും. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, ഡോക്ടറാവാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, വീട്ടിൽ ചിക്കനായാലും മീറ്റായാലും വാങ്ങുമ്പോൾ അത് കണ്ടാൽ തലയിറങ്ങി വീഴുന്ന മനുഷ്യനായിരുന്നു ഞാൻ. ഞാനാണ് ആദ്യമായി തന്നെ ഫസ്റ്റ് ഇയർ MBBSന് കയറി അനാട്ടമി ഹാളിൽ മനുഷ്യ ശരീരം ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് ഡിസെക്ഷൻ ചെയ്യാൻ പഠിച്ചത്. ഒരു വട്ടം പോലും തലയിറങ്ങി വീണിട്ടില്ല. അതിനുശേഷം ഇതെല്ലാം ഒരു വട്ടം പോലും തോൽക്കാതെ പാസ്സായി. ഉപരിപഠനം ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ വിദേശത്ത് പോകാനായിരുന്നു. കാരണം പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ചിലവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ തന്നെ വിദേശത്ത്, പ്രത്യേകിച്ച് UK NHS എന്ന് പറയും അവിടെ, അവരെന്നെ സ്പോൺസർ ചെയ്തിട്ട് ഉപരിപഠനം നടത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ എക്സാമിനെ പ്ലാബ് എന്ന് പറയും. അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. ആദ്യമായി തന്നെ നഴ്സുമാരൊക്കെ എഴുതുന്ന OET എക്സാം എഴുതി ക്ലിയറായി. പിന്നെ പ്ലാബിൻ്റെ ആദ്യഘട്ടമായ ഒരു MCQ എക്സാം എഴുതി. അതിനുശേഷം 2ാം ഘട്ടം അവിടെ മാഞ്ചസ്റ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു OSCE എക്സാമാണ്. അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ഇതിൻ്റെ എന്താ പറയുക പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 19-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ അതിനൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ വിസ എനിക്ക് കിട്ടാൻ ഭയങ്കര ലേറ്റായി. ഞാനെൻ്റെ സുഹൃത്തും കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല ഒരുങ്ങാനും. അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബമായ തന്നെ പ്രാർത്ഥനയിൽ നല്ല വിശ്വാസവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഉടമ്പടി എടുത്തതിലുള്ള വ്യത്യാസം അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇന്നും കുർബാനയ്ക്കൊന്നും പോയിരുന്നില്ല. ഞായറാഴ്ച കുർബാന അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയിലും മറ്റുള്ള കാര്യങ്ങളിലായാലും. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൗസ് സർജൻസി ആയപ്പോൾ ഡ്യൂട്ടീസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് കുർബാനകളൊന്നും പരമാവധി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൃത്യമായി 2 കുർബാന കണ്ടത് ഈസ്റ്ററിനും ക്രിസ്മസിനായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ആദ്യത്തെ ഘട്ടം എനിക്ക് ആ പരീക്ഷ ഞാൻ ഫെയിലായി. അതെനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ മനോധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഇടയ്ക്ക് ഓഗസ്റ്റിൽ അമ്മ പോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് അമ്മയുടെ കൂടെ വരാൻ സാധിച്ചില്ല. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് അതും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അമ്മ എനിക്ക് തന്നൊരു ഉപദേശം, അതായത് ചെറുപ്പം തൊട്ട് അമ്മ പറയുമായിരുന്നു. എൻ്റെ അമ്മയും അപ്പച്ചനും അധ്യാപകരായിരുന്നു, 2 പേരും റിട്ടയറായി. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നൊരു കാര്യം, യേശുക്രിസ്തുവിനെ നോക്കുക. യേശുക്രിസ്തുവിന് എന്തായിരുന്നു, ദൈവപുത്രനാണെങ്കിലും 2 കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തിരുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. ഒരു ജോലി ഓൾറെഡി വീട്ടിലുണ്ട്, അപ്പോൾ 2ാമത്തെ ജോലി കണ്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറായി. അത് കഴിഞ്ഞ് ഈ പരീക്ഷയുടെ ഫലം ഇങ്ങനെ ആയപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടിയെ പറ്റി എന്താണെന്ന് അറിയില്ല. ഒന്നാമത് കൃപാസനം എന്താണെന്ന് കൃത്യമായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിസംബറിൽ വന്ന് ഒരുങ്ങി ഉടമ്പടി എടുത്തതിനിടയിൽ വലിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായി. എന്നിട്ട് ഫിസിക്കലി ഓക്കെ ആയിരുന്നില്ല, എന്നാലും വന്ന് ഞാൻ എടുത്തു. ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അതോടൊപ്പം ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് അച്ഛൻ്റെ നിന്ന് അനുഗ്രഹം വാങ്ങിയതും എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹവും ഒരു എനർജിയും കിട്ടി. അതിൽ ഞാൻ ആദ്യമായി ഒന്നുകൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷേ ആദ്യമായിട്ടാണ് തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അതും നല്ല മഞ്ഞുറഞ്ഞിരിക്കുന്ന കാലാവസ്ഥയിലേക്ക്. അത് എനിക്ക് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. എല്ലാം അമ്മ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി ധൈര്യമായിട്ട്. ജനുവരി 24 ഈ വർഷം ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തിരുന്നു. നല്ല ടഫായിരുന്നു എക്സാം. എനിക്ക് എൻ്റെ കഴിവ് വെച്ച് പാസ്സാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. റിസൾട്ട് ഒരു 3 ആഴ്ചയാകുമ്പോഴേക്കും വന്നു. നല്ല മാർക്കോടെ തന്നെ പാസ്സായി. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രതീക്ഷയിൽ അപ്പോഴാണ് എനിക്ക് റിസൾട്ട് വന്നത്. പിന്നെ ഈ പരീക്ഷ പൊതുവേ ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് അവിടുത്തെ നാട്ടുകാരെ ഡോക്ടർമാരാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പിന്നെ എക്സാം നടത്തി അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ട് മുതൽ കൂട്ടാക്കിയിട്ടാണ് അവർ എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, അതൊരു തടസ്സം വീഴാൻ നമ്മൾ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ദൈവത്തിനെ, അതായത് അമ്മ വഴി ഈശോനെ കൂട്ടുപിടിച്ചപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അതിപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മമാരുടെ അടുത്തേക്കല്ല ആദ്യം പോവുക. അതേപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് പോയി അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായി നേടിത്തന്നു. ഇതോടൊപ്പം ഞാൻ പ്രേക്ഷിത വേല ചെയ്തിരുന്നത്, ഞാൻ പത്രം പറ്റാവുന്നതിലും
അധികമായിട്ട് എൻ്റെ ഇടവകയിൽ കുറേ പേർക്ക് അറിയാം, കൃപാസനത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അടുത്ത് കുറച്ച് നീങ്ങിയിട്ടുള്ള ഇടവകളിൽ കൊണ്ടുപോയി കൊടുത്തു, ക്രൈസ്തവർക്ക് കൊടുത്തു, ആരും മുടക്കമൊന്നും പറഞ്ഞില്ല. അതാണ് എനിക്ക് അത്ഭുതമായത്. അതോടൊപ്പം തന്നെ എനിക്ക് പ്രൊഫഷൻ കയറുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പൊതുവേ ഈ പ്രൊഫഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സയൻസാണ് ഇതിൻ്റെ എല്ലാം ബേസ്. സയൻസ് കൂടുതൽ പഠിപ്പ് മൂക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പതുക്കെ അങ്ങ് പോവും. സയൻസിനാണോ ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള സംശയം വരും. പക്ഷെ അതൊക്കെ എനിക്ക് കുറേയൊക്കെ തരണം ചെയ്യാൻ പറ്റി. പ്രാർത്ഥനകളിൽ എന്താ പറയുക, ആ കൃത്യമായി തന്നെ അത് പരിപാലിച്ച് പോയിരുന്നത് കൊണ്ട് സയൻസ് അല്ല ദൈവമാണ്. കാരണം മനുഷ്യ ശരീരത്തിലുള്ള ഓരോ എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു. നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തിയിൽ പറയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന്. അത് എളുപ്പമല്ല, ദൈവത്തിന് തന്നെ പറ്റുള്ളൂ. വേറൊരു ശക്തിക്ക് അത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല, വേറെ ശക്തി ഇല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ്റെ ഏത് ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം സാധിച്ചു തരും. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അതുമൂലം എനിക്ക് എക്സാം ക്ലിയർ ആവാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എൻ്റെ പ്രൊഫഷനിൽ കുറേ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. അതിലുമായിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടൊരു വയോധികരെ നോക്കുന്നൊരു മന്ദിരമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരെ സഹായിക്കാനും ഡോക്ടർ എന്ന നിലയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇവിടുന്ന് പോയി തൃശ്ശൂർ എത്തിയതിന് ശേഷം ആ കാര്യങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. കുർബാനയായാലും രാവിലത്തെ പ്രാർത്ഥനകളായാലും അതുപോലെ തന്നെ ബൈബിൾ വായനയായാലും പ്രേക്ഷിത വേലയായാലും കാരുണ്യപ്രവർത്തികൾ മാത്രം ചെയ്യാത്തത്. അപ്പോൾ അതും ഞാൻ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടിയിലേക്ക് കയറിയപ്പോൾ അമ്മ മാതാവ് തന്ന ധൈര്യവും വിശ്വാസം എന്താണെന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു. എൻ്റെ പ്രൊഫഷനെ ഒരു തരത്തിലും ഞാൻ എന്താ പറയുക കുറച്ച് പറയല്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുടെ അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷനും ഇല്ല. അതെനിക്ക് ഉറപ്പായി കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ റിസൾട്ട് അതിന് സാക്ഷ്യമാണ്. അമ്മ മാതാവിനെ ഒരിക്കൽ കൂടി 1000 നന്ദി പറയാണ്. അമ്മയ്ക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനുണ്ട്. അമ്മയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അമ്മയ്ക്ക് ഞാൻ മൈക്ക് കൈമാറാണ്. മകൻ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഇവൻ മാത്രമാണ് മകനായിട്ടുള്ളത്. ഇവനെ ആത്മീയമായിട്ട് വളർത്തണം എന്നുള്ളത് വളരെ വലിയൊരു മോഹമാണ്. അത് ദൈവം നടത്തി തരുന്നതിന് 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകുകയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2024-25 വർഷം വളരെ സഹനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഹസ്ബൻഡിന് ഓപ്പറേഷൻ വന്നു. എനിക്ക് 10 വർഷം മുൻപ് ഹാർട്ടിന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അതിന് ശേഷം വീണ്ടും ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ അവസരത്തിൽ തന്നെ എനിക്കും ഓപ്പറേഷൻ വന്നു. കുറച്ച് ഭീകരമായിരുന്നു. അന്നൊക്കെ ഞാൻ അവർ ഡെയിലി ബ്രെഡ് കൂടിയിരുന്നു ഡിസംബറിൽ. അതിൻ്റെ പുണ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് 2025 മെയ് മാസത്തിലാണ് ഞാൻ പെൻഷൻ പറ്റിയത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ പെൻഷൻ്റെ പേപ്പറുകൾ കൊടുക്കാനായിട്ട് വൈകി. ജൂണിലാണ് കൊടുത്തത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം 93-ലുണ്ടായിരുന്ന ഒരു രേഖ എനിക്ക് കിട്ടേണ്ടിയിരുന്നു. അത് ആലപ്പുഴ പുളിങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ നിന്നാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു രേഖ സാധാരണ ഒരു സ്കൂളിൽ ലഭിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം ആ സ്കൂളിൻ്റെ ബിൽഡിങ് മാറി, ഓഫീസ് മാറി. മാത്രമല്ല ആലപ്പുഴ ഓഫീസ് തന്നെ മാറി. ഇപ്പം അത് മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ഈ പുളിങ്കുന്ന് സ്കൂളിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ രേഖകളൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടേണ്ടുന്ന ഒരു രേഖ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം വഴിയായിട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ വലിയൊരു അത്ഭുതമാണ്. 33 വർഷം മുമ്പത്തെ ഒരു രേഖ ഒരു കേടും കൂടാതെ ലഭിച്ചു എന്നത്. ആ രേഖ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തത് ആ രേഖ ലഭിച്ചതിന് ശേഷമാണ്. തുടർന്ന് അമ്മ മാതാവ് എൻ്റെ പെൻഷൻ കാര്യങ്ങൾ വളരെ വളരെ സ്പീഡാക്കി തന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 3-ാം തീയതി പെൻഷൻ ലഭിക്കാനായിട്ട് ഇടവന്നു. പലതും നൂലാമാലകളിൽപ്പെട്ട് കിട്ടാൻ വിഷമിക്കുന്ന സന്ദർഭത്തിലെ അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട്, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. കൊന്ത ചൊല്ലുക എന്നുള്ളത്, 4 കൊന്ത ചൊല്ലുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങി വെച്ചതാണ്. മകന് MBBS കിട്ടിയതും ഈ അവനെ കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ ലഭിക്കാതെ ലഭിച്ചിരുന്ന MBBSൻ്റെ സീറ്റ് 4 കൊന്ത ചൊല്ലുക എന്നുള്ള ശീലത്തിലേക്ക് അവനെയും കൊണ്ടുവന്നിട്ടാണ് ഇത് ലഭിച്ചത്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആത്മീയമായിട്ട് വളരെ വലിയ മാറ്റമാണ് വന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാമെന്നുള്ളത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എന്നെ ടീച്ചേഴ്സ് കണ്ടാൽ പറയും, ടീച്ചർ എന്ത് എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്ന്. കാരണം എനിക്ക് ആ ആത്മീയമായിട്ടുള്ള ചൈതന്യം ലഭിച്ചിട്ടുണ്ട്.
എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പ്രേക്ഷിത പ്രവർത്തനം മകൻ പറഞ്ഞതുപോലെ കൃപാസനം പത്രം ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഇടവകയിൽ മാത്രമല്ല, ക്രൈസ്തവരായുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്, പ്രാർത്ഥനാപൂർവം തന്നെ കൊടുക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഇത് അവർക്ക് കൈമാറാറുള്ളത്. കാരുണ്യ പ്രവർത്തികളുടെ കാര്യത്തിൽ കുറച്ച് ഈ പറഞ്ഞതുപോലെ പിന്നോക്കം വന്നിട്ടുണ്ട്, മുഴുവനല്ല, അതിൻ്റെ കുറവുകൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇനിയും മരണം വരെയും തലമുറകളോളം ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം തിരുവചനം. 5 താലന്ത് കിട്ടിയവനെ 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഡോക്ടർ നീരജ് തന്നെ അമ്മയോടൊപ്പം വന്ന് വലിയ ബോധ്യങ്ങളുടെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഏറ്റുപറഞ്ഞത്. വളരെ മെറിറ്റുള്ള ഒരു മകനാണ് ഡോക്ടർ നീരജ്. വിദേശത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വളരെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ വലിയ ആധ്യാത്മിക സപ്പോർട്ടോടു കൂടി തന്നെ നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്ന കുടുംബമാണ്. പക്ഷേ അവരുടെ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, ഇത് സയൻസിൻ്റെ പിടിയിൽ നിൽക്കുന്നതല്ല. വലിയ വലിയ ബോധ്യങ്ങളെക്കുറിച്ചാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത്. സയൻസ് നൽകുന്നത് ആരാണ്? ശാസ്ത്രം സൃഷ്ടിച്ചത് ആരാണ്? ശാസ്ത്രം നമുക്ക് എന്തുകൊണ്ടത് തരുന്നു എന്നുള്ളതിൻ്റെ വലിയ ബോധ്യങ്ങളുടെ ഒരു സാക്ഷ്യമാണിത്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഉടമ്പടി എന്താണെന്ന് ഈ മകന് മനസ്സിലാവുകയായിരുന്നു. ഉടമ്പടി എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ഒരു പ്രത്യേക അഭിഷേകമാണ് നമുക്ക് നൽകുന്നത്. അതിലൂടെ നമുക്കൊരു ആത്മീയ അധികാരമാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ദിവ്യബലിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് ആത്മീയ അധികാരം, അഭിഷേകത്തിൻ്റെ ഒരു തലം കൂടി കടന്നിട്ടുള്ള ഒരവസ്ഥയാണ്, ഒരു ലെവലാണ് ആത്മീയ അധികാരം. പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നാം തൊടുമ്പോൾ, ഒരു ഡോക്ടർ തൊടുമ്പോൾ അവർക്ക് മരുന്നിനേക്കാൾ അവരുടെ ഈശോയുടെ സ്പർശം കൈമാറാൻ സാധിക്കുന്നതിനുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് എന്നീ മകനിവിടെ സാക്ഷ്യം പറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ അമ്മയുടെ വലിയൊരു സാക്ഷ്യമാണ് 33 വർഷമായിട്ട് കാണാതിരുന്ന രേഖകൾ. അത് മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട്, തൃശ്ശൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് കൈമാറിയ ആ ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടിട്ട് ഉടമ്പടിയിലൂടെ, പ്രാർത്ഥനയിലൂടെ അവർക്ക് വളരെ പെട്ടെന്നാണ്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തുകൊണ്ട് ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ ഇന്ന് പെൻഷൻ സ്വീകരിക്കാനായി സാധിക്കുന്നു. നമ്മുടെ എത്ര വലിയ അസാധ്യങ്ങളായ കാര്യങ്ങളായാലും നമ്മുടെ ആഗ്രഹം ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ദൈവരാജ്യം നാം അന്വേഷിക്കുക, അവിടുത്തെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നാം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ശാഖ എപ്പോഴും വേരിനോട്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണമെന്ന് ഈശോ നമ്മെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ, ദൈവവുമായുള്ള ഫിഡലിറ്റിയിൽ, നമുക്ക് വിശ്വസ്തതയിൽ നമുക്കെപ്പോഴും ഗ്യാപ്പില്ലാതെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഡോക്ടർ നീരജിനും അമ്മയ്ക്കും നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞു. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിൻഡ. ഞാൻ വരുന്നത് കായംകുളം സെൻറ്റ് ആൻഡ്രീസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 12-ാം തീയതിയാണ്. എൻ്റെ നിയോഗങ്ങൾ, എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനി പോകണം, ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാകണം, ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ അസുഖം മാറണം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു, വീടുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ നിയോഗങ്ങൾ. എനിക്ക് 1-ാം ക്ലാസ് തൊട്ട് ഞാൻ കണ്ണാടി വെക്കുന്ന ഒരാളാണ്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ചെറിയ പ്രായത്തിൽ ടാബ്ലറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ കണ്ണാടി വെച്ചു. കണ്ണാടി വെച്ച സമയത്ത് പിന്നെ കണ്ണാടി മാറ്റാൻ പറഞ്ഞു, ടാബ്ലറ്റ് ആക്കി. ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ, സ്ഥിരം ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ഒത്തിരി സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. ഈ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം സ്ട്രെസ്സാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ആ ടൈമിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 6 ദിവസവും ക്ലാസ് ഉണ്ട്. എനിക്കതിനകത്ത് ഒരു 3 ദിവസമെങ്കിലും ഞാൻ വയ്യാതെ അവിടെ ഹോസ്റ്റലിൽ കിടക്കുമായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഹോസ്റ്റലിൽ എല്ലാവരും ഇങ്ങനെ കൃപാസനം
എന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, മാറും എന്നൊക്കെ പറയുന്ന കേട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ രണ്ടാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്നുള്ള തലവേദന, അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല എന്തോരം വേദന അനുഭവിക്കുന്നതെന്ന്. അതെനിക്ക് മാറ്റി തന്ന എൻ്റെ അമ്മ മാതാവ്. ഞാൻ സ്ഥിരം തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പ് കഴിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി രണ്ടാമത്തെ പുതുക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മാതാവ് എൻ്റെ മൈഗ്രെയിൻ അസുഖം മാറ്റി തന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. ജർമ്മൻ്റെ എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങളെല്ലാവരും പോയി എഴുതി. ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു ജർമ്മൻ നിർത്താം, നമുക്കിനി വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കാം, വേണ്ട ഇതിൻ്റെ പുറകിന് പോകണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു വട്ടം കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് ബുക്കിംഗ് എടുത്ത്, ട്രിവാൻഡ്രത്തായിരുന്നു ബുക്കിംഗ് എടുത്തത്. ഞാൻ എഴുതി. സ്പ്രെഹൻ എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ്, ഹിയറിംഗ് എന്ന് പറയുമ്പോൾ ഹ്യോറൻ, ഈ രണ്ടെണ്ണമാണ് ഞാൻ എഴുതിയത്. ഏറ്റവും പാടുള്ളതാണ് സ്പീക്കിംഗ്. അത് തന്നെ എനിക്ക് അമ്മ മാതാവ് നല്ല മാർക്കോടെ എന്നെ അത് രണ്ടും പാസ്സാക്കി തന്നു. അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. ഡേറ്റ് കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ, എനിക്ക് വയ്യിനി, ഇന്നെ രണ്ടെണ്ണം പാസ്സാക്കി തന്നില്ലേ, ബാക്കിയും കൂടെ ഒന്ന് പാസ്സാകാൻ വേണ്ടി എനിക്ക് ഡേറ്റ് എടുക്കാൻ ഒരു അവസരം താന്ന് പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച്. എൻ്റെ അമ്മയാണെങ്കിൽ പ്രാർത്ഥനകൾ മുടക്കാറില്ല. ഞാൻ എന്നിട്ടും കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകളെല്ലാം മുടക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പം പറയും എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനമായാലും ഭംഗിയായിട്ട് നടക്കുമെന്ന്. അതെനിക്ക് ഇപ്പോഴാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. എൻ്റെ കാര്യങ്ങളെല്ലാം അവസാന നിമിഷമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷത്തോളം ഗ്യാപ്പ് എടുത്തു. എനിക്ക് ടീച്ചറാകണമെന്നായിരുന്നു പണ്ടൊക്കെ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടീച്ചറാവണമെന്നുള്ള ആഗ്രഹവും നടന്നില്ല. ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുന്നുള്ള ആഗ്രഹവും ഇപ്പം നടന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, ജർമ്മൻ ട്യൂട്ടറായിട്ട് കയറ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അയച്ച് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഒരു 1.5 വർഷമായിട്ട് ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ എക്സാം എഴുതി. 2 ഇടത്ത് അടുപ്പിച്ച് ഡേറ്റ് എടുത്ത് എഴുതി. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അമ്മ കൂടെ വരും. ഞാൻ എവിടെ എക്സാമിന് പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. അമ്മ വരുന്നിട്ട് തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് ഉപ്പ് വെച്ച് കുരിശിട്ടിട്ടായിരിക്കും ഞാൻ എക്സാം ഹോളിൽ കയറാൻ പോകുന്നത്. അതുപോലെ ഞാൻ പോയി എല്ലാ എക്സാമുകളും പാസ്സായി. ലാസ്റ്റ് കൊൽക്കത്തയിൽ എക്സാമിന് പോയത്. എക്സാമിന് പോകുന്നതിന് മുന്നേ അന്ന് ദിവസം രാവിലെ ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ റിസർവ് ചെയ്ത ടിക്കറ്റ് ക്യാൻസലായി. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് പോവാം, എക്സാം അല്ലേ, ഒരെണ്ണം കൂടെ അല്ലേ കിട്ടാവുള്ളൂ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കലിൽ കയറി. കൊൽക്കത്ത വരെ ലോക്കലിൽ സീറ്റ് പോലും ഇല്ല. ബംഗാളികളുടെ ഇടയ്ക്ക് അവർ എങ്ങനെയായിരിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സഫർ ചെയ്ത് ആ സീറ്റിൽ നിന്നൊന്നും എണ്ണിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരുന്ന് ഞങ്ങൾ 2 ദിവസം ട്രെയിനിൽ ഇരുന്ന് എത്തിക്കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ് മോളെ നീ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, മാതാവ് കാണാതിരിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി ഒരു 3-4 ദിവസത്തിനകത്ത് റിസൾട്ട് വന്ന് അതും പാസ്സായി കഴിഞ്ഞ ഉടനെ പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടെല്ലാം പ്രോസസ്സിങ് നടന്നു. എനിക്ക് കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1 ക്ലാസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഓക്കെ ഒക്ടോബർ 1 പോവുകയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പാളയം പള്ളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ വണ്ടിയിൽ സൈഡിൽ കൂടെ പോകുന്നു. ഇപ്പുറത്തൊരു വണ്ടി ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിച്ച്. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ തെറിച്ച് വീണത് ഒരു KSRTCയുടെ ഫ്രണ്ടിലാണ് തെറിച്ച് വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ കണ്ടു നിന്നവരെല്ലാം പിന്നെ വന്ന് പറയുന്നത് ഈ കൊച്ചിന് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എൻ്റെ തല പൊട്ടി ചെറിയൊരു 4-3 സ്റ്റിച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ മുട്ട് നന്നായിട്ട് പോയി. ആ മുട്ടിൽ മൊത്തം സ്റ്റിച്ചും ഉപ്പൂറ്റിയിൽ സ്റ്റിച്ചുമായിരുന്നു. എന്നെ ട്രിവാൻഡ്രത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് കായംകുളത്ത് കൊണ്ടുവന്ന ആംബുലൻസിലായിരുന്നു കൊണ്ടുവന്നത്. വെളുപ്പിന് 2 മണിക്ക് എന്നെ ആംബുലൻസിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ. അത് കഴിഞ്ഞ് എന്നെ ഡ്രസ്സിങ്ങിനെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആംബുലൻസിലായിരുന്നു. എൻ്റെ ഒരു കാല് മൊത്തം കെട്ടി പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുമായിരുന്നു. എൻ്റെ കാലനക്കാൻ വയ്യാതെ അങ്ങനത്തെ ഒരു രീതിയിലിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഈ പോക്ക് നടക്കത്തില്ല. പക്ഷേ ദൈവം അവിടെ എന്തോ പ്രവർത്തിച്ച് ആ കോൺട്രാക്റ്റ് ക്യാൻസലായിപ്പോയി. എനിക്ക് VFSന് ഡേറ്റ് കിട്ടാതെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് മാതാവ് തന്നെ ഇത് മാറ്റി തന്നെയായിരിക്കും, ഇതിലും നല്ലത് തരും. അത് കഴിഞ്ഞ് പിന്നെ ആക്സിഡൻറ്റിൽ നിന്നെല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പ്രോസസ്സിങ്ങിന് വെച്ചു. എല്ലാ കാര്യങ്ങളും ശരിയായി.
വിസ എനിക്ക് വന്ന് 43-ാമത്തെ ദിവസമാണ്. വിസ വരുന്നുണ്ട് 45 ദിവസത്തിന് മുന്നേ വിസ ഉണ്ട്. എനിക്ക് അതും ഏറ്റവും അവസാനം അമ്മ തന്നത്. പക്ഷെ അമ്മ തന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തേക്ക് എനിക്ക് തന്നതും എല്ലാവരെയൊക്കെ കൂടുതൽ സ്റ്റൈഫൻഡിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. 43-ാമത്തെ ദിവസം എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോൺ എനിക്ക് കിട്ടിയില്ല. കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എനിക്ക് വയ്യനിയും ഒന്നിൻ്റെയും പുറകിന് കിടന്ന് ഓടാൻ, ഞാൻ ജർമ്മൻ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഡ്രോപ്പ് ചെയ്യേണ്ട, നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചത് 17-ാം തീയതി എനിക്ക് എൻ്റെ ജർമ്മനിയിലെ കോളേജിലോട്ട് 1 ലക്ഷം രൂപ അടയ്ക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. 15-ാം തീയതി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ലോണിൻ്റെ പേപ്പേഴ്സായിട്ട് 17-ാം തീയതി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, 17-ാം തീയതിയാണ് എനിക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, രാവിലെ വാ, നമുക്ക് ലോൺ ശരിയാക്കാം. രാവിലെ ഞാൻ അവിടെ ചെന്ന് പേപ്പർ സൈൻ ചെയ്ത് ഒരു 20 മിനിറ്റിനകത്ത് എനിക്ക് ലോൺ അപ്രൂവായി എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറി. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടിക്കറ്റ് എടുത്തു. ഞാൻ ഞായറാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. അത് തന്നെ അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അമ്മ മാതാവ് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. 18-20 വർഷം കൊണ്ട് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കും. ഒരു 50-60 വർഷമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട് ഞങ്ങളുടെ പേരിലല്ലായിരുന്നു. നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ച വീടാണ്. അതിന് ഇത്രയും 20 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ പേരിൽ ഒരു വീട് വേണം, എനിക്കൊരു വീട് താ മാതാവേ എന്ന് പറഞ്ഞ്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പൈസയൊക്കെ റെഡിയാക്കി ആ വീട് നമ്മുടെ പേരിൽ വാങ്ങിച്ച്, അത് കഴിഞ്ഞ് ഇപ്പോൾ ആ വീടിൻ്റെ റെനോവേഷൻ വർക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കി ആ വീട്. എല്ലാ അമ്മ മാതാവിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് നടന്നത്. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, കൃപാസനത്തിലെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു, രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുമായിരുന്നു. എൻ്റെ അമ്മയും ഞാനും കൂടെ പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം. നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വമാണ് ഈശോയുടെ അടുത്തേക്ക് എങ്ങനെ പോകണം. ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ലിൻഡ എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടെയാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഈ മകൾക്കുണ്ടായിരുന്നൊരു വലിയ സങ്കടമായിരുന്നു. സ്കൂളിൽ ചേർന്ന കാലം മുതൽ 1-ാം ക്ലാസ് മുതൽ ഈ മകൾക്ക് എപ്പോഴും മൈഗ്രെയിൻ്റെ ശക്തമായ തലവേദനയായിരുന്നു. 10-ാം ക്ലാസ് വരെ ഈ മകൾ സ്പെക്സ് വെച്ചുകൊണ്ടാണ് വായിച്ചിരുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ടാബ്ലറ്റിലേക്ക് മാറി. ഹോസ്റ്റലിൽ പഠിച്ചിരുന്നതുകൊണ്ട് അതൊരു വലിയ സങ്കടത്തിന് കാരണമായി. അമ്മ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് 2ാമത്തെ പുതുക്കലിനെ ഈ മകൾ കംപ്ലീറ്റ്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തൊട്ട ഒരനുഭവമാണ്. ഇന്ന് ഈ മകൾ കണ്ണാടിയില്ലാതെ മൈഗ്രെയിൻ ഇല്ലാതെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. ഈശോ തൊടുന്നതിനൊന്നും ഒരു കുത്തോ ഹോമയോ ഇല്ല. അത് പരിപൂർണ സൗഖ്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി, ദൈവമഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മകൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു വലിയ തത്രപ്പാടിലായിരുന്നു. എത്ര തന്നെ പരിശ്രമിച്ചിട്ടും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുവാൻ, അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് ഉണ്ടാവുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നീ എന്തുകൊണ്ട് എനിക്ക് ഇത്രമാത്രം ലാഗ് ചെയ്യുന്നു എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് മകളുടെ പപ്പ തന്നെ പറയായിരുന്നു, എനിക്കെല്ലാം അവസാനമായിട്ടാണ് കിട്ടാറുള്ളത്. ഒരു പക്ഷേ ഇവരുടെ ദൈവത്തിൻ്റെ ആ പ്രോമിസ് ലാഗ് ചെയ്തത് ഈ മകൾക്ക് വലിയ ഒരു ഓഫർ കിട്ടാനാണ്. വളരെ നല്ല ഒരു സ്റ്റൈപ്പൻഡോട് കൂടിയാണ് ഇന്ന് ഈ മകൾക്ക് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ള ഒരു വലിയ സാധ്യത തുറന്നു കിട്ടിയിരിക്കുന്നത്. മകളുടെ VFS ഡേറ്റ് കിട്ടാതെ പോയതിന് കാരണം പരിശുദ്ധ അമ്മ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയായിരുന്നു. ഒരു വലിയ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ചെറിയ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ മകൾക്ക് ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ നിന്നെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ ഉറപ്പ്, ഉടമ്പടിയുടെ സംരക്ഷണം ഒന്ന് മാത്രമാണ്. പരിശുദ്ധ അമ്മയുടെ നീലാങ്കിയിൽ നമ്മെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്നുള്ളതിന് നമുക്ക് നൽകുന്ന ഒരു തീർച്ചയാണ്. നാം എപ്പോഴും സംരക്ഷിക്കപ്പെടും.
നാം എപ്പോഴും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. ഈശോ നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളിൽ നാം ഒന്നു മാത്രം ചെയ്തിരിക്കേണ്ടതാണ്, നാം വിശ്വസ്തരായിരിക്കുക. നാം എന്തുമാത്രം വിശ്വസ്തരായിരിക്കുന്നുവോ നമ്മുടെ പ്രോമിസ്, ഈശോയുടെ പ്രോമിസ് ലാഗ് ചെയ്താലും അതിനെ സമയം എടുത്താലും അത് ഒരിക്കലും വൃഥാവിലാവുകയില്ല. ഈശോ അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കടമ്പകളും കടന്ന് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ട്യൂട്ടറാകാൻ മാത്രം, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക 1.5 വർഷമേ ഈ മകൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് ഇനി അവിടെ ചെന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കൂടുതൽ പഠിക്കുവാനോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റുമായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പുറത്തേക്ക് പോകുവാനായി, വിദേശത്തേക്ക് പോകുവാനായി വിസ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിദേശ പഠനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ നിയോഗങ്ങളെ നമുക്ക് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലിൻഡയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിലേക്ക് എനിക്ക് വരാനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനും എന്നെ അമ്മയും തിരുക്കുമാരനും അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയ്ക്ക് കോടാനും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാലി ബാബു, കാണക്കാരിലാണ് എൻ്റെ വീട്. ഞാൻ UK-യിൽ 15 വർഷമായിട്ട് താമസിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബാബു ലൂക്കോസ്. ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ കൂട്ടുകാരി ശ്യാമ എനിക്ക് ഇവിടുത്തെ ഒരു കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. 12 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 9 വർഷമായിട്ട് ഞങ്ങൾക്ക് വിസ ഇല്ലായിരുന്നു. വിസ ഓരോ ആപ്ലിക്കേഷൻ ഇടുന്നതും അത് റിജക്ഷൻ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 2025 ഓഗസ്റ്റ് 6-ന് ഫാദർ ജോസഫ് എയിൽസ്ഫോർഡ് കെൻറ്റിൽ ഒരു റിട്രീറ്റ് നടത്തി. അപ്പോൾ ഞാനും 2 കുട്ടികളും പോയി അവിടെ ഉടമ്പടി എടുക്കുവാൻ ഇടയായി. ആ ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി. 2 മാസത്തിനുള്ളിൽ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അത് സാധിച്ചു തന്നു. ഒക്ടോബർ 13 ഫാത്തിമ മാതാവിൻ്റെ അപ്പാരിഷൻ ഡേയിലാണ് ഞാൻ ഒരു ഡേറ്റ് ഇട്ടത്. എനിക്ക് വിസ തന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് അതേ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ അടിക്കുകയും എനിക്ക് വിസ അപ്രൂവായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആ വിസ അടിച്ചതിൽ തന്നെ എനിക്ക് ഫുൾ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടിയുള്ള എല്ലാ ബെനിഫിറ്റോടും കൂടിയാണ് എനിക്ക് വിസ കിട്ടിയത്. അങ്ങനെ ഒരു ഇന്നേ വരെ UK-യിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. വീണ്ടും ഞങ്ങൾക്ക് വീടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഞാനൊരു ഹോം കെയർ ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. കോർട്ട് ഓർഡർ കിട്ടി. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജോസഫച്ചൻ വന്നപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചെങ്കിലും എനിക്ക് ജോസഫച്ചനെ കാണാനും എൻ്റെ ഈ പ്രശ്നം പറയുവാനും എനിക്ക് സാധിച്ചില്ല. പിന്നെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 27-നാണ് എനിക്ക് അവിടെ നിന്നും പോകേണ്ടിയിരുന്നത്. ഞാൻ ഒക്ടോബർ 25-ന് ഡേറ്റ് ഇട്ടു. അതേ ഡേറ്റിൽ തന്നെ എനിക്ക് അമ്മ മാതാവ് വീട് അപ്രൂവ് ചെയ്തു തന്നു. കൗൺസിൽ ഫ്ലാറ്റ് 4 ബെഡ്റൂമിൻ്റെ ഹൗസ്. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ ഒക്ടോബർ 27-ന് 4 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് രാവിലെ 8 മണിക്ക് തന്നെ അവർ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് അവരുടെ ചിലവിൽ എന്നെ പുതിയ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. അതും നല്ല സൗകര്യമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം അടുത്തുള്ള ട്രാൻസ്പോർട്ട് സൗകര്യമുള്ള ചർച്ച് വിതിൻ 5 മിനിറ്റിൽ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റിയ ഒരു കത്തീഡ്രൽ പോലെയുള്ള ഒരു ചർച്ച്.
അടുത്ത് അത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് എനിക്ക് പുതിയ അക്കോമഡേഷൻ കിട്ടിയത്. ഞങ്ങളുടെ യാത്ര ഉടനീളം മഴവില്ല് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങളെ അതിശയപ്പെടുത്തി. ഇത് ഞങ്ങൾക്ക് അമ്മ മാതാവ് തരുന്ന വീടാണെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥിരീകരിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടിരുന്നു. അത് 12 വർഷമായിട്ട് ഞങ്ങളുടെ ലോക്കറിലുണ്ടായിരുന്നു ബാങ്കിൻ്റെ. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് എവിടെയാണെന്ന്. അങ്ങനെ അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ലോക്കർ ഇപ്പോഴും ആക്റ്റീവാണ്, നിങ്ങൾ അത് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കീ ഉണ്ടായിരുന്നു. ഞങ്ങളത് തുറന്നപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തടസ്സമായിരുന്നു. പോകുമ്പോഴെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഡിൻബറ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നിൽക്കുമ്പം ട്രെയിൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചപ്പോൾ ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് കിട്ടി അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ സമയത്ത് ചെന്ന് ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് കുരിശ് വരച്ച് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. പറഞ്ഞതിലും മുൻപ് തന്നെ എനിക്ക് ഞങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ 12 വർഷമായിട്ട് നാട്ടിൽ വരാൻ കഴിയാതിരുന്ന എൻ്റെ അമ്മയെ കാണുവാനും എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ കാണുവാനും എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് ഈശോ വഴിയായി ഇടയാക്കി തന്നു. ഇവിടെ വന്നിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും എന്നാൽ കഴിയും വിധമുള്ള ഡൊണേഷൻസൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്രം ഇപ്പോൾ ഞാൻ പോകാൻ സമയം 6 ബണ്ടിൽ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ കൊണ്ടുപോയി അത് വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാശ് രൂപവും ഉപ്പും മറ്റുള്ളവർക്ക് വാങ്ങി അവിടെ കൊടുക്കാറുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പോകുന്നവരുടെ കൈവശം പൈസ കൊടുത്തു വിട്ട് വാങ്ങി കൊടുക്കുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകാനും കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുവാനും സാധിക്കുന്നുണ്ട്. ഞാനും ജീവിത പങ്കാളിയും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കുമ്പസാരിക്കുന്നത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കുമ്പസാരിക്കാറില്ല, എങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. ജപമാല എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഒരു ഫണ്ട് റൈസിങ് നടത്തുന്നുണ്ടായിരുന്നു. അത് ഒരു ചർച്ചിൽ നിന്നും 8.5 കിലോമീറ്റർ അകലെ ഒരു കോൺവെൻറ്റ്, അത്രയും ദൂരേക്കുള്ള ഒരു വോക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ആ ഫണ്ട് റൈസിങ്ങിൻ്റെ കൂടി ഞങ്ങൾ ജപമാല ചൊല്ലി. അങ്ങനെ 12 ജപമാല ചൊല്ലി പോയിന്റിലെത്തി. അത് എനിക്ക് വലിയൊരു സംതൃപ്തി നൽകി. കാരണം എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് ശരിയാം വിധം നടന്ന് ആ സ്ഥലത്തെത്തി. എനിക്ക് ഇങ്ങോട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കരമായ സുഗന്ധാഭിഷേകമായിരുന്നു. ഞാൻ കൊച്ചിനോടും ഹസ്ബൻഡിനോടും ചോദിച്ചു, നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞ് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന്. മാതാവ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാറുണ്ട്. ഒരമ്മച്ചി ഒത്തിരി സീരിയസ് ആയി കിടന്നപ്പോൾ ഞാൻ ആ അമ്മച്ചിക്ക് വേണ്ടി 1000 മണി ജപമാല ചൊല്ലി. ആ അമ്മച്ചി ആ സിക്നസ്സിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഞാൻ പലപ്പോഴും 4 വട്ടം ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. പലപ്പോഴും അത് തീരുന്നതും വെളുപ്പിന് 1:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തീരുന്നതൊക്കെ. പക്ഷേ മടി കൂടാതെ ഭക്തിപൂർവ്വം എനിക്കത് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. 1000 മണി ജപമാലയുടെ ശക്തി വളരെ അധികമാണ്. അതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിലും വളരെ അത്ഭുതം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുപോലെ ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനം ഞാൻ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദവും ആയിരുന്നു. എല്ലാവരും ദൈവത്തിൽ
പരിപൂർണമായും വിശ്വസിച്ചു, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. 9 വർഷം വിസ ഇല്ലാതെ അവിടെ താമസിച്ചു. വളരെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, നാട്ടിൽ വരാതെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കാണാതെയുള്ള ജീവിതമായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി എടുത്ത അച്ഛൻ ജോസഫ് അച്ഛനോട് ചെന്നപ്പോഴാണ് UK പ്രാർത്ഥിച്ചതിന് പെട്ടെന്ന് തന്നെ 14 ഡേറ്റ് ഇട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. 13-ാം തീയതി തന്നെയാണ് വിസ അടിച്ച് 14-ാം തീയതി എല്ലാ ബെനിഫിറ്റോടും കൂടി മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ ഉള്ളൊരു വിസയാണ് ഇവർക്ക് ലഭിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, 9 വർഷം വെറും 3 മാസത്തിൻ്റെ ഉടമ്പടിയിൽ, അതും ഉടമ്പടി എടുത്ത ഉടനെ 3 മാസം പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പേ അമ്മ ഈശോയോട് പറഞ്ഞ് മധ്യസ്ഥതയിലൂടെ ഇവർക്കത് ലഭിച്ചു തിരിച്ചു കൊടുക്കുകയായിരുന്നു. ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം വരില്ല എന്ന് പറഞ്ഞതുപോലെ, ഉടമ്പടി എടുത്ത ഉടനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം വരില്ലെന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഓരോ വിലാപങ്ങളും, നമ്മുടെ കരച്ചിലും, നമ്മുടെ കണ്ണീരും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത്. പിന്നീട് ഈ സഹോദരങ്ങൾ പറഞ്ഞത് ഒരു വെക്കേറ്റിൻ്റെ സ്ഥലം താമസിച്ചിരുന്ന വീട് വെക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു. അതും 27-ാം തീയതി 4 മണിക്ക് മുൻപ് വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. വീണ്ടും ഇവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 25-ാം തീയതി 27-ന് മുൻപ് ഈശോയും അമ്മയും ഒരു വഴി കാണിച്ചു തരണമെന്നാണ് ഇവർ പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിലുള്ള മക്കളാണ്. പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ ദൈവം? 25-ാം തീയതി തന്നെ ഒരു കൗൺസിൽ ഇടപെട്ട് വേറൊരു നല്ലൊരു സ്ഥലം മാറ്റിക്കൊടുക്കുകയായിരുന്നു. അതും പോകുന്ന വഴിയിൽ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഒരു മഴവിലിൻ്റെ രൂപത്തിലാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. മക്കളെ ഉടമ്പടിയിൽ നയിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ദൈവ സാന്നിധ്യം, ആ അമ്മയുടെ സംരക്ഷണമാണ് ഇവരനുഭവിച്ചറിഞ്ഞത്. പിന്നീട് എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ 12 വർഷം കഴിഞ്ഞിട്ട് ഹോം ഓഫീസിലായിരുന്നു. 12 വർഷത്തെയാണ്. വെറും ഉടമ്പടി എടുത്ത് 3 മാസം പോലും തികയുന്നതിന് മുമ്പ് അതും ഈശോയും അമ്മയും നടത്തി കൊടുത്തു. പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, അതും 12 വർഷത്തെ. എല്ലാ 12 വർഷങ്ങളാണ് 2 മാസം 1 മാസമാക്കി ചുരുക്കി കൊടുക്കുന്ന ഈശോയും അമ്മയും. ഉടമ്പടി ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യം നൽകുന്ന ദൈവമാണ്, ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോ മറുപടി നൽകും. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറാതെ വന്നാലും നമ്മുടെ ഹൃദയം ശക്തമാക്കി നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രാർത്ഥന വെറുതെ അല്ല. ഭയപ്പെടാതെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാലി ബാബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ അൾത്താരയിൽ തിരുക്കുമാരനും ഈശോയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ബെന്നി. ഞാൻ എറണാകുളം രൂപതയിൽ ഊന്നുകൽ ഇടവകാംഗമാണ്. 2022 ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനം പത്രം നൽകുകയും ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. കൃപാസനം പത്രം വായിക്കുകയും യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്ത് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം തന്നെ പച്ചത്തിരിയും നീലത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പ്രിൻ്റ് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഷാർജ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് ഈ നീലത്തിരിയും പച്ചത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയും വെഞ്ചിരിച്ച് എൻ്റെ റൂം ഞാൻ എൻ്റെ ബെഡിൽ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഞാൻ പ്രതിഷ്ഠിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം 2018 മഴക്കെടുതിയിൽ ഭവനം നഷ്ടപ്പെട്ടതാണ് ഞങ്ങൾക്ക്. സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾ ഹൈറേഞ്ചിലെ ഇടുക്കി രൂപതയിൽ മച്ചിപ്ലാവ് ഇടവകാംഗമായിരുന്നു. മച്ചിപ്ലാവ് ഇടവകയിൽ നിന്നും നൽകിയ ഫ്ലാറ്റിലാണ് 4 വർഷം ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സമയത്ത് സ്വന്തമായൊരു വീട് പണിയാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ലഭിക്കുകയും
മനോഹരമായൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഇവിടെ ഡോക്ടറെ കാണുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ച് എൻ്റെ അപ്പച്ചൻ, എൻ്റെ ചേച്ചി, പലരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് തിരിച്ചുപോയി. എൻ്റെ പ്രാർത്ഥനകളും ഞാൻ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 6 മാസം ഫോളോ അപ്പ് ചെയ്തപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിറച്ച് കഴലകൾ, വീണ്ടും ഇഷ്ടംമാതിരി കഴലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയമായി, പാരമ്പര്യമായിട്ടുള്ള ഈ രോഗം എനിക്കും കിട്ടിയോ എന്നുള്ളൊരു ചിന്ത. എന്നാലും പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കാശുരൂപം എൻ്റെ കൂട്ടുകാരി തന്നതാണ്. ആ കാശുരൂപം ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കും. അമ്മേ, ഈശോയുടെ തിരുരക്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് പുരട്ടി തരണം. അങ്ങനെ ഈ രോഗം ഒരിക്കലും, ഈ ഫൈബ്രോയിഡ് വളരാൻ അമ്മ അനുവദിക്കരുതെന്ന്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ നാട്ടിലെത്തി. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അവിടെ ഡോക്ടറെ കണ്ട സകല സർട്ടിഫിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിൽ കണ്ടു. അച്ഛനെ കാണാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചു. അച്ഛൻ എൻ്റെ പേപ്പറുകൾ നോക്കിയിട്ട്, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഇതാരാണ് പേഷ്യൻ്റ് എന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അച്ഛൻ പരിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി തന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഫൈബ്രോയിഡ് ഒരു ചെറുതാണ്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, അതിനൊരു വളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. അതിനുശേഷം ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചുപോയി, ജോലി ചെയ്തു. കൃപാസനം പത്രം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യും. അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് 100 നാവായിരുന്നു. എല്ലാവരോടും അമ്മയെക്കുറിച്ച് പറയാൻ. ഞാൻ ഒരു ദിവസം എൻ്റെ ജോലി സ്ഥലത്ത്, എപ്പോഴും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ജപമാല ചൊല്ലുവാൻ ഇഷ്ടംമാതിരി സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജപമാല ചൊല്ലി, ഞാൻ എൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു. അപ്പോൾ ഒരു പൈശാചികമായി സ്വപ്നം ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ എന്നെ ഒരു ശക്തി, ഞാൻ ബെഡിൽ നിന്ന് വലിച്ചു പൊക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ കണ്ടത്, ഈ കൃപാസനം അൾത്താരയിലിരിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ പോക്കറ്റിൽ കിടന്ന ജപമാല അമ്മയുടെ കയ്യിലിരിക്കുന്നതും, അമ്മ എൻ്റെ മുൻപിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ പൈശാചിക ശക്തിയിൽ നിന്നും, ആ സ്വപ്നത്തിൽ നിന്നും അമ്മ എന്നെ വിടുതൽ നൽകി, എന്നെ രക്ഷിച്ചു. കൂടാതെ വീണ്ടും എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൃത്യം ലൈവ് തന്നെ കൂടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിന് സമയമുണ്ടാക്കി ഞാൻ പ്രത്യേകം ധ്യാനം കൂടും. ആ ധ്യാനം കൂടുന്ന സമയത്തും എൻ്റെ കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന്, കയ്യിലും കാലിലും മൊത്തമായിട്ട് നീര് വന്നു. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ കൈകളും കാലുകളും നീരും വേദനയുമാണ് എനിക്ക്. ജപമാല റാലിയിൽ ഒക്ടോബർ 2024 ജപമാല റാലി ഇവിടെ ആരംഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഇവിടെ ജപമാല റാലി ആരംഭിച്ച സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്ക് വീണ്ടും കാലുവേദനയും കൈവേദനയും എല്ലാം ഉണ്ടായി. എൻ്റെ കൈകളിലും കാലുകളിലും ഭയങ്കരമായി നീര് വന്നു. ആ നീര് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫൈബ്രോമയാളജിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇത് ഇറച്ചിക്കകത്ത്, മാംസത്തിനകത്തിരുന്നുള്ള വേദനയാണ്. ഇത് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലാതെ ഇത് പെട്ടെന്നൊന്നും മാറില്ല. എല്ലാ മാസവും രാജഗിരി ഹോസ്പിറ്റലിൽ പോകും, 10,000-7,000 രൂപയുടെ മരുന്ന് മേടിക്കും. അങ്ങനെ ഒരു 5-6 മാസം ഞാൻ മടുത്തു ഗുളിക കഴിച്ച്. അവസാനം ഞാൻ സെപ്റ്റംബറിൽ, ഈ 2025 സെപ്റ്റംബർ മാസം അവസാനമായി രാജഗിരി പോയിട്ട് വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ ഗുളിക കഴിക്കണില്ല, ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണം. ജപമാല റാലിയിൽ എത്ര നീരോ വേദനയോ വന്നാലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കും. ഞാൻ എൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്തിട്ട് ജപമാല റാലി ഒക്ടോബർ 28-ാം തീയതിയിൽ ജപമാല റാലിയിൽ ഒരാഴ്ച മുമ്പ് എൻ്റെ കാലിന് നീര് കൂടി, വേദനയും കൂടി. ആ വേദന കൂടിയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ വീണു പോയില്ലെങ്കിൽ അമ്മേ, എത്ര നീരോ വേദനയോ എനിക്ക് വന്നാലും ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന്. അങ്ങനെ ജപമാല റാലിയിൽ
എൻ്റെ നീരും വേദനയും ഒന്നും വകവയ്ക്കാതെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ പൂർണ്ണമായും പങ്കെടുത്ത് ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കലിൽ കയറി കുർബാന കണ്ട് തിരിച്ചു പോന്നു. അത് പിന്നെ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ആ അസുഖത്തിന് ഗുളിക കഴിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന ഞാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം കുറേ മുടക്കം എനിക്ക് വന്നിട്ടുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുപോലെ ജപമാല എന്നെ നയിക്കുന്നത് ജപമാലയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ഞാനിപ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മയോട് ഞാൻ പറയും, നമ്മൾ ഓരോ കാര്യങ്ങളും സാധിച്ചു താട്ടെ എന്ന് അമ്മയോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാനായിലെ കല്യാണ വിരുന്നിന് അമ്മ അവർ പോലും അറിയാതെയാണ് അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തത്. അതുപോലെ ഞാൻ അമ്മയോട് പറയും, അമ്മ സഞ്ചാരി മാതാവല്ലേ, തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു വാ. അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ഒന്നും പറയണ്ടല്ലോ, എനിക്കത് സാധിച്ചു താട്ടെ, ഈ കാര്യം വേണമെന്ന് ഒന്നും പറയണ്ട. അമ്മ നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്കറിയാലോ എനിക്ക് എന്താ വേണ്ടതെന്ന്. അമ്മ ഈശോയോട് പറയണമേ, സഞ്ചാരി മാതാവായി എൻ്റെ ഭവനത്തിൽ വരണമേ എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും അമ്മയെ സഞ്ചാരി മാതാവായി നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചാൽ അമ്മ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഒരപമാനത്തിൽ നിന്നോ ഒരു കുറവുകളിൽ നിന്നോ നമ്മളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അമ്മ ഈശോയോട് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കും. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെ അനാഥ മന്ദിരമുണ്ട്, വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന കോൺവെൻറ്റുകളുണ്ട്. അവിടെ ഭക്ഷണത്തിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അതുകൂടാതെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യാനും, സഹായം ചോദിക്കുന്ന ആരെയും ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എനിക്ക് ആരെങ്കിലും അമ്മയെക്കുറിച്ച് പറയാൻ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ആരെ കണ്ടാലും എന്തെല്ലാം വേദനകൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരോട് അമ്മയെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണ കാര്യങ്ങളും പറയാൻ ആവുന്നത്ര ശ്രമിക്കാറുണ്ട്. ജപമാലയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. പരിശുദ്ധ അമ്മയും മാതാവേ, തിരുക്കുമാരനും അമ്മയോടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മരണം വരെ ജീവിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടും എൻ്റെ കുടുംബത്തിനു വേണ്ടി തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക. കാനാൻകാരി സ്ത്രീയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല എന്ന് ഈ സ്ത്രീ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു മേശയിൽ നിന്ന് വലിച്ചെറിയുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂ നായ്ക്കൾ കഴിക്കാറുണ്ടല്ലോ, അതെങ്കിലും എനിക്ക് തരണേ എന്നുള്ള ഒരു യാചനയായിരുന്നു ഈ സ്ത്രീ ഈശോയോട് ചെയ്തത്. ആൻസി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് അവരുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോ അവർക്ക് സൗഖ്യവും സൗഭാഗ്യവും നൽകിയ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈ മകൾക്ക് കയ്യിലുണ്ടായ ഫൈബ്രോയിഡ്, ചെറിയ ചെറിയ കുരുക്കളെല്ലാം ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം മൂലം, ശക്തമായ പ്രാർത്ഥന മൂലം ഈശോ അത് സൗഖ്യപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ ജോലിസ്ഥലത്തുണ്ടായ എല്ലാ സംഘർഷങ്ങളും ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ വലിയ സാമീപ്യം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കുകയും ഒരു വലിയ സാന്ത്വനത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ്. മകളുടെ വലിയ ആഗ്രഹമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. എത്ര തന്നെ ഒരു പ്രത്യേക മാംസപേശികളുടെ വേദനയുള്ള ഒരു പ്രത്യേകതരം അസുഖം ഈ മകൾക്ക് പിടിപെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ആ ജപമാല റാലിയിൽ കംപ്ലീറ്റ് ചെയ്യുവാനും പൂർണ്ണമായും ഈശോയിൽ ആശ്രയിക്കുവാനും തൻ്റെ ഒരു യോഗ്യതകളുമില്ല, അങ്ങ് മാത്രമാണ് എനിക്ക് കൃപ നൽകുന്നതെന്ന് ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്ത യാൻസി എന്ന സഹോദരിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളുമാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അയോഗ്യതകളിലും എല്ലാ അസ്വസ്ഥതകളിലും ഈശോ നമ്മെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി. മാതാവേ,
നന്ദി യേശുവേ നന്ദി. പുണ്യ ദേവാലയത്തിൽ അമ്മ ദർശനം നൽകിയ ഈ പുണ്യ ദേവാലയത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്കൊരു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു അസുഖം വന്ന് ഛർദി, നിൽക്കാതെയുള്ള ഛർദി, ആഹാരം കഴിക്കുമ്പോൾ അവൾക്ക് ദഹിക്കാതെ ഛർദിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോ ആശുപത്രി വഴിയും കൊണ്ടുപോകുമ്പം ഗുളിക തന്ന് വീട്ടിലേക്ക് വിടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതണം, അവൾ പരീക്ഷ എഴുതാതെ സാധിക്കുകയില്ല, അതുകൊണ്ട് അമ്മ മാതാവ് ഈ ഛർദി ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാറ്റി കൊടുക്കുമ്പം ഞാൻ വന്ന് അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഇവൾ പ്ലസ് ടു പരീക്ഷ ആനുവൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഇവൾ ഛർദി കഴിഞ്ഞാണ്, തലേദിവസം രാത്രി ഛർദി കഴിഞ്ഞാണ് ഇവർ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച അമ്മയോട്, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിന് ഛർദിയോ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അവൾ പൂർണ്ണമായിട്ടും എക്സാം എഴുതി അവൾ വീട്ടിൽ തിരിച്ചു വരണം, ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ആ സമയം അവളും പരീക്ഷ എഴുതി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല അമ്മച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ആശുപത്രി ഞാൻ പറഞ്ഞു, മാതാവേ ഇനി ഞാൻ കൊണ്ടുപോകുന്ന ആശുപത്രി അവൾക്ക് പൂർണ്ണമായിട്ടും ഈ മാറാനുള്ള ഇത് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അതിനുള്ള അവസരം ഞാൻ മാതാവ് എനിക്ക് തന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി, അവളുടെ അസുഖത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഉപ്പും തൈലവും ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് അത് അവളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. അവൾക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ്റെ ഒരു അസുഖമുണ്ടായിരുന്നു, അവൾക്ക് തലവേദന. ആ തലവേദന ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ നെറ്റിയിൽ ഞാൻ ആ തൈലം എടുത്ത് കുരിശ് വരച്ച് 3 പ്രാവശ്യം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ മൈഗ്രെയിൻ്റെ തലവേദന അവൾക്ക് കണ്ണട വെക്കാൻ ഇഷ്ടമില്ല, കണ്ണട വെക്കാതെ ഈ അമ്മ തന്നെ മാറ്റി തരണമെന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം അവൾക്ക് തലവേദന മാറിക്കിട്ടി. അത് കഴിഞ്ഞ് 2022 അവൾ നേഴ്സിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, മാനെ അമ്മച്ചിയുടെ ഒരു 5 പൈസ പോലും ഇല്ല, നീ എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. നേരം പറഞ്ഞു, എനിക്ക് നേഴ്സിങ്ങിന് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ, എൻ്റെ കുഞ്ഞിന് ഈ നേഴ്സിങ്ങിനല്ലാതെ വേറെ ഒരു പഠിത്തത്തിനും പോകത്തില്ല, അവളെ കാണുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് താർന്ന്, ദൈവമേ ഞാൻ എന്നെ ഈ കേൾക്കുന്നത്, അമ്മ തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇരുന്ന 200 രൂപയായിട്ട് ഞാൻ പോയി, ഇവളെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനൊരു കടയിൽ ചെന്ന് ചോദിച്ച്, ചേട്ടാ ഞാൻ ചോദിക്കുന്ന ഒരു സാധനം എനിക്ക് തരാമോ, എന്താണെന്ന് ചോദിച്ചു. എനിക്ക് 2 ബെഡ്ഷീറ്റ് തരണമെന്ന് പറഞ്ഞ്. അത് എന്നത്തിനെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിന് നേഴ്സിങ്ങിന് പോകാനായിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും മേടിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞു. നേരെ ചേട്ടൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഇത് തരാം. ഞാൻ പറഞ്ഞാൽ ഇതിവിടെ വെച്ചേരി, ഞാൻ വേറെ ഒരു കട വരെയും പോയിട്ട് വരട്ടെന്ന് പറഞ്ഞ് ഞാൻ അടുത്തൊരു കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെന്തിനാ എത്രയിലാണ് പഠിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾ പ്ലസ് 2 പഠിത്തം കഴിഞ്ഞ് അവൾക്ക് നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞ്, ഇവൾക്കുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ? ഇല്ല ചേട്ടാ ഒന്നും വാങ്ങിച്ചില്ല, എല്ലാം മേടിക്കണം, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. നീ ഒന്നും വിഷമിക്കേണ്ട, ഇവൾക്കുള്ള സാധനം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഒരു 100 വട്ടം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അമ്മേനെ പ്രാർത്ഥിക്കുക, അമ്മേനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നെ ഒന്നും മിണ്ടാത്ത, ഇവൾക്ക് കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് നീ എന്നാ ഒന്നും മിണ്ടാത്ത. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ചേട്ടൻ ആദ്യം ഒരു ട്രോളി ബാഗ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇവൾക്ക് വേണ്ടുന്ന സർവ്വ സാധനങ്ങളും അതിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചേച്ച് ഇവളോട് ചോദിച്ചു, നിനക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസയുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അന്നേരം ഇവൾ ചിരിച്ചുകൊണ്ട് ഇവൾ മിണ്ടാതെ നിൽക്കുക, അതിനുള്ള പൈസ ഞാൻ ഇട്ട് തരാം, നീ ധൈര്യമായിട്ട് പോയി പഠിച്ചു വരാൻ പറഞ്ഞു. അത് വാങ്ങി തിരിച്ച് ഇറങ്ങി ഞാൻ വഴി നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ കടയുടെ വാതിൽക്ക് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ നോക്കിയപ്പം എന്നോട് നീ ഇങ്ങ് വരാൻ പറഞ്ഞ് കയറി ചെന്ന്, നീ ഇന്ന ആളുടെ മകളല്ലേ, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേച്ച് ചോദിച്ചു, നീ ഇന്ന ആളുടെ അതെ, അന്നേരം മാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ മാസ്ക് ഒന്ന് താത്തിക്കെന്ന് പറഞ്ഞ് ഞാൻ താത്തി. നേരത്തേക്ക് പറഞ്ഞു, ഇവള് എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇവള് പ്ലസ് 2 കഴിഞ്ഞ് ഇവള് നേഴ്സിങ്ങിന് പോകാനാ ചേട്ടാന്ന് പറഞ്ഞു. ഇവൾക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. നീ പൈസ ഒന്നും തരണ്ട, നിനക്കുള്ള ആവശ്യമുള്ള ഡ്രസ്സ് നീ എടുത്തോളാൻ പറഞ്ഞു. അവിടുന്ന് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടിയായിട്ടും ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കയറി വീടിൻ്റെ അടുത്തൊരു വീട്ടിന് ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കടയിൽ കയറി. ഇവർ സ്ഥിരം കയറുന്നതാണ്, നാരങ്ങ വെള്ളം കുടിക്കാൻ കയറുന്ന കടയിൽ. ആ ചേച്ചിയും പറഞ്ഞു, നീ എന്തിനു പോകാനായിട്ട് നിനക്ക് പ്ലാൻ? നേഴ്സിങ്ങിന് പോകാൻ. നിനക്കെല്ലാം മേടിച്ചോ? ഇല്ല ചേച്ചി, 2-3 ഡ്രസ്സും കൂടെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട, അത് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പം
ആ ചേച്ചി പറഞ്ഞു നീ ഇന്ന കടയിലേക്ക് ചെല്ലും, ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം നിൻ്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തോളാൻ ആ കടയിലെ ചേട്ടനും പറഞ്ഞു. അങ്ങനെ എല്ലാം തന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ദിവസമുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നേഴ്സിങ്ങിന് കൊണ്ടാക്കാൻ. അന്നേരം ഇവിടെ കൂട്ടുകാരെല്ലാവരും വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് രഹന ഒന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു. ഇല്ലടി എന്ന് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കിട്ടി എല്ലാം സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ എല്ലാം റെഡിയാക്കി. എല്ലാം റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് പിള്ളേരും അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞാനും എൻ്റെ മോളുമായിട്ട് എന്നിട്ട് വന്നു കഴിഞ്ഞ് ഞങ്ങളതിന് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ പാസ്സാക്കിയിട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ കൊച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് സാറ് പറഞ്ഞ് ബാങ്കിൽ നിന്ന് സാറ് പറഞ്ഞ് മോളെ വിളിച്ചോണം ഒപ്പിടാൻ വിളിച്ചോണം എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചവിടുത്തെ സർട്ടിഫിക്കറ്റായിട്ട് ബാങ്കിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിന് കൊടുത്ത രേഖകളും ഒന്നുമില്ല. അന്നേരം ഞാൻ ചോദിച്ചു സാറേ ഞാൻ മറ്റേ സാറ് ഇരുന്നപ്പോഴത്തേക്കാണല്ലോ ഞാൻ ഇവിടെ വന്ന് പാസ്സാക്കിയത്, എന്നാൽ നിങ്ങളുടെ രേഖകളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സാറിനോട് ഉടനെ പറഞ്ഞു സാറേ എന്നെ പിച്ചാത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാകുന്ന അവസ്ഥയായ ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ഈ പറയുന്നത്. എന്നാലും ഈ കൊച്ചു പറഞ്ഞു അമ്മച്ചി ഇനി ഞാൻ മരിച്ചാൽ മതി, ഇനി എനിക്ക് നേഴ്സിങ്ങിനും പോകണ്ട ഒന്നും പോകണ്ട എല്ലാം പോട്ടെ എന്നിവിടെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാനെ ഇതിനൊരു പരിഹാരമുണ്ട്. ഞാൻ അവിടെ നിന്ന് അമ്മയോട് വിളിച്ച് പറഞ്ഞു അമ്മേ ഇനി ഒരു വഴി എനിക്കില്ല, ഇനി ഞാനും എൻ്റെ മക്കളും പോയി ചത്താൽ മതി എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ അമ്മ മനസ്സിൽ തോന്നിച്ചു നീ എന്തിനാ വിഷമിക്കുക, നീ നേരെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരാൻ ഞാനില്ലേ എന്നെൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു വാ നമുക്ക് വീട്ടിൽ പോകാം, അതിനുള്ള വഴി നമുക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചു എന്ത് വഴിയാണ് അമ്മച്ചി എന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ പുറകെ നടന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചി വയ്യാതെ കിടക്കുക. അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഇന്നതാണല്ലോ സംഭവം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു അതിനൊരു വഴിയുണ്ട് മാനേ എന്ന് പറഞ്ഞു. അമ്മച്ചി എന്നോട് പറഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് നീങ്ങണം, തടിയെല്ലാം വെട്ടിയിട്ട് നീ ഫീസ് അടയ്ക്കാൻ പറഞ്ഞ് അതിനുള്ള വഴി എനിക്ക് തന്ന് അത് ഞാൻ അടച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാമത്തെ വർഷത്തെ ഫീസ് എനിക്ക് അടയ്ക്കണം. അന്ന് ഞാൻ ഒരു വ്യക്തിയോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു സാറേ കൊച്ചിന് പരീക്ഷയാണ്, ഫീസ് അടയ്ക്കാതെ അവർ എക്സാം എഴുതിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇനി ഒരാഴ്ചയും കൂടി ഉള്ളെന്ന് പറഞ്ഞു. ആ ചേച്ചി പൊക്കോ, ചേച്ചി അഡ്രസ്സും അവളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പരും തന്നാൽ മതി, ഞാൻ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാമെന്ന് പറഞ്ഞു. പരീക്ഷ അപ്പോൾ ഞാൻ എന്നോട് തെരുതെരെ വിളിച്ച് പറയുക സാറ് തെരുതെരെ ചോദിക്കുക അമ്മച്ചി ഫീസ് ചോദിക്കുക, അത് കാരണം എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, ഞാനങ്ങ് തിരിച്ചു വരുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാനേ നീ വരല്ലേ, സാറ് പൈസ ഇട്ട് തരും, ഞാൻ ചെന്ന് ചോദിച്ച ആൾ നിനക്ക് പൈസ ഇട്ട് തരും, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. എക്സാമിൻ്റെ അന്നേ ദിവസം ആ ദിവസം ഈ കൊച്ച് എന്നെ വിളിച്ച് പറഞ്ഞു അമ്മച്ചി എനിക്ക് ഇന്ന് എക്സാം ഉണ്ട്, അതിന് ഹോൾ ടിക്കറ്റ് എല്ലാ പിള്ളേർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിന് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, എല്ലാ പിള്ളേർക്കും കിട്ടി, അമ്മേ പൈസ ഇല്ലാതെ അവളെ എക്സാം എഴുതിക്കുകയെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം ഞാൻ ഫോൺ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ എൻ്റെ കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1,07,000 രൂപ അവൾക്ക് അടയ്ക്കാനുള്ള ഫീസ് 1,07,000 രൂപ അവൾക്ക് ഫീസ് കൊടുത്തു. എന്നെ അന്നേരം വിളിച്ചു പറഞ്ഞു അമ്മച്ചി ഫീസ് വന്നമ്മച്ചി എന്ന് പറഞ്ഞു, എനിക്ക് പൈസ വന്നമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഇത് കൊണ്ട് കൊടുത്ത് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ 1000 നന്ദി അമ്മയ്ക്ക് പറഞ്ഞ് ഞാൻ ചങ്കെ കൈ വെച്ച് ഞാൻ അമ്മേനെ സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ് കമന്ന് കിടന്ന് ഞാൻ കരഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ എക്സാം എഴുതി പാസ്സായി. അന്നേരം ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ നല്ല മാർക്കോടുകൂടി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, ഇപ്പോൾ സെക്കൻഡായിട്ട് അവൾ ജയിച്ച്, നല്ല മാർക്കോടുകൂടി തന്നെ അവൾ ജയിച്ച്. അത് കഴിഞ്ഞ് 3ാമത്തെ പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ എനിക്ക് കൊച്ചിന് എക്സാം എഴുതാനെങ്കിൽ ഫീസ് വേണം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാർ എന്നോട് പറഞ്ഞ് ചേച്ചി പേടിക്കേണ്ട, അവൾ എക്സാം എഴുതും, ഒരു കുഴപ്പമില്ല, ചേച്ചി പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരീക്ഷയുടെ 3 ദിവസം മുമ്പ് അവളുടെ അക്കൗണ്ടിലേക്ക് 1,10,000 രൂപ അവളുടെ അക്കൗണ്ടിൽ കയറിക്കുമ്പോൾ ഇവൾ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മച്ചി ഈ എക്സാമിനും എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ കയറി, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായി എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുമെന്ന് പറഞ്ഞു. നീ പരീക്ഷ എഴുതിക്കോ അമ്മച്ചി പറഞ്ഞു. എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ മുട്ടുമേ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ അന്ന് പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ കമ്പനിയിലാണ് പണിയുന്നത്. ഞാൻ കമ്പനി പോകുമ്പം എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് എന്ത് ചോദിച്ചാലും അതിനൊരു മറുപടി ഞാൻ കൊടുക്കത്തില്ല. എൻ്റെ മനസ്സ് മുഴുവൻ അമ്മയോടുള്ള പ്രാർത്ഥന, അമ്മയോട് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്.
ആ ദിവസം മുഴുവൻ എനിക്ക് അമ്മയോട് യേശുവിനോട് പറഞ്ഞ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ അമ്മയോട് പറയാം, അമ്മേ സഞ്ചാരി മാതാവേ, അമ്മ വേഗം ചെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ഓരോരുത്തർക്കും നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് എഴുതാൻ സാധിക്കണേ, നല്ല ഉത്തരങ്ങൾ അവരെ നല്ല ബുദ്ധി അവർക്ക് തെളിച്ചു കൊടുത്ത് നല്ല ഉത്തരങ്ങൾക്ക് അവർക്ക് കൊടുക്കണേ, അവർ നല്ല ഉത്തരങ്ങൾ മാത്രം അവർ പേപ്പറിൽ എഴുതാവുള്ളൂ, നല്ല മാർക്കോടുകൂടി ജയിക്കണേ. അവിടെ കൂടുതൽ പഠിച്ച എല്ലാ മക്കൾക്കും നല്ല പോലെ മാർക്ക് മേടിച്ച് ജയിക്കാൻ സാധിച്ചു. അവൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി നല്ല മാർക്കോടുകൂടി ഞങ്ങളെല്ലാവരും ജയിച്ച് ഞങ്ങൾ പാസ്സായി അമ്മച്ചി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി, യേശുവിനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറഞ്ഞു. ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയോട്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകളും, അവളും പഠിക്കുന്ന BSc നേഴ്സാണ്. അവളും 3ാമത്തെ വർഷം, അവൾ ആദ്യത്തെ വർഷം പരീക്ഷ എഴുതുമ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയെ നല്ല മാർക്കോടുകൂടി അവളുടെ കൂടുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ലപോലെ മാർക്ക് കിട്ടണേ, നല്ലതായിട്ട് ജയിക്കണേ. എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് കിട്ടി, അവൾ BSc നേഴ്സിന് അവൾ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷയും റിസൾട്ട് വന്നപ്പം നല്ലപോലെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു അവൾക്ക് മാർക്ക് കിട്ടി, അവൾ ജയിച്ച്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എപ്പോഴും അവരുടെ കയ്യിൽ ഞാൻ തൈലം കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും കൊടുക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പോകണമെന്ന്. അമ്മയുടെ കാശ് രൂപവും അമ്മയുടെ ഉപ്പും അമ്മയുടെ തൈലവും ഞാൻ കൊടുത്തു. അത് കൈ പിടിച്ചുകൊണ്ടാണ് അവർ എക്സാമിന് പോകുന്നത്. ആ എക്സാമിൽ അവർ ഒരിക്കലും പിന്നോക്കം നിൽക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് അമ്മയോട് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല ഉറപ്പുമുണ്ട് അവർ ജയിക്കുന്നു. ഞാൻ അമ്മയോട്, ഇതാണ് എൻ്റെ സാക്ഷി, ഞാൻ അമ്മയോട് ഞാൻ ധ്യാനം കൂടുന്നു, ഞാൻ ഫോണിലൂടെ എനിക്കിവിടെ ഞാൻ എപ്പോഴും ഞാൻ പറയും, മാതാവേ എനിക്ക് ഓടിയൊന്നും വരാൻ പറ്റത്തില്ല, കാരണം ഒറ്റയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും, എനിക്ക് പണിയാൻ മാത്രമേ വിധിയുള്ളൂ മാതാവേ എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ ഓടിപ്പോകുന്നത് ഞാൻ പണിയുന്ന സ്ഥലത്ത് വെച്ചാണ് എല്ലാ മക്കൾക്കും വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ക്യാൻസർ രോഗികളെ ഞാൻ നോക്കാൻ പോകും. ഞാൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ക്യാൻസർ രോഗിനെ നോക്കാൻ വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാം, ആർക്കും ഇഷ്ടമില്ല ക്യാൻസർ രോഗിനെ നോക്കാൻ, ചേച്ചിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്കൊരു പേടിയില്ല, കാരണം എനിക്ക് എന്താ രോഗം വരുന്നതെന്ന് എനിക്ക് സർവശക്തനായ ദൈവം യേശുനാഥന് മാത്രമേ അറിയാവുള്ളൂ. അത് കാരണം എനിക്കൊരു പേടിയില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. കാലും കൈയും വയ്യാത്തവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യുന്ന ആശുപത്രികളിലും ഞാൻ വീടുകളിലുമാണ്. ഞാൻ ആശുപത്രികളിൽ ചെന്ന് അവരോട് സംസാരിച്ച് കുറേ സമയം, രാവിലെ പോയാൽ ഞാൻ 6, 7 ആകുമ്പോഴേ ഞാൻ വീട്ടിൽ വരുള്ളൂ. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളോടൊക്കെ ഞാൻ പങ്കുവെക്കുക. അവരോടൊക്കെ ഞാൻ ഇന്ന പോലെ ഞാൻ എല്ലാവരോടും ഞാൻ പറയാം, എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. ഇനി നിങ്ങൾ അമ്മേനെ വിശ്വസിക്കണം, അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. യേശുനാഥനും അതുപോലെ തന്നെ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി അമ്മച്ചിയുടെ അടുത്താണ് താമസം. അമ്മച്ചിയുടെ വീട്ടിൽ ഞങ്ങളെ കിടക്കാൻ വിളിക്കും. ആ അമ്മച്ചി എന്നോട് പറയും, നീ യേശുവിനെ പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഇളയ ആങ്ങളെ ഒരു ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായിരുന്നു. അവന് വർത്താനം പറയാത്ത കുഞ്ഞിന് വേണ്ടി നീ പ്രാർത്ഥിക്കും, നിനക്ക് തരുമെന്ന് പറഞ്ഞു. അടുത്തുള്ള പള്ളിയിൽ പോയി, കുരിശുപള്ളിയിൽ പോയി ഞാൻ അവന് വേണ്ടി മെഴുകുതിരി മേടിച്ച് കത്തിക്കുമായിരുന്നു. അവൻ ആയിന്ന് പോലും പറയാത്ത അവൻ നല്ലപോലെ വർത്താനം പറഞ്ഞ് നല്ലപോലെ സൂപ്പറായിട്ട് അവൻ പാട്ട് പാടുമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി ഏറ്റതിന് ശേഷം എല്ലാം ഇതുപോലെ ഓരോരുത്തർക്കും ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവർക്കും ഞാൻ പങ്കുവെച്ച് കൊടുക്കും. അതുപോലെ നിങ്ങളും ആകണം എന്ന് യേശു എനിക്ക് ഏറ്റവും വലിയ എനിക്ക് യേശു ആദ്യം ഒരു അനുഭവം, എൻ്റെ ചെറുപ്പപ്രായത്തിൽ എനിക്ക് അനുഗ്രഹം തന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ബുദ്ധി കുറവുള്ള ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട്, ഭയങ്കര വിശപ്പുള്ള ആങ്ങളയായിരുന്നു, അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതെന്നു വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം അരിയില്ലായിരുന്നു വന്ന സമയത്ത് ഞാൻ കുടത്തിൽ കിടന്ന ഒരു അരിയിട്ട് കഞ്ഞി വെച്ചാൽ, അതുപോലെ തന്നെ യേശു എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ കലം നിറച്ചെനിക്ക് ചോറും. ഈ മാതാവിന് ഈശോയ്ക്ക് നന്ദി ഞാൻ പറയുന്നു. മാതാവേ, യേശുവേ നന്ദി, സ്തുതി, മഹത്വം. പ്രഭാഷകൻ 34:19. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. പുഷ്പകുമാരി എന്ന ഈ സഹോദരിയുടെ അതിശക്തമായ ഉടമ്പടി വിശ്വാസാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ നടത്തുന്ന വഴികൾ നമ്മൾ പോലും അറിയാത്ത വഴികളാണ്. എത്ര വലിയ കാരുണ്യത്തോടു കൂടി ദൈവം ജീവിതങ്ങളെ ഏറ്റെടുക്കുമെന്ന് നാം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ടു നിൽക്കും. അമ്മ പിന്നീട് പറഞ്ഞില്ലേ, 2ാം വർഷം 3ാം വർഷം 1,00,000-ലധികം രൂപ വരുന്ന ഓരോ തവണത്തെ ഫീസും ഓരോരോ സമയത്ത് ഓരോരുത്തരും ദാനമായി കൊടുക്കുന്നു.
കൊടുക്കുന്നവർ പറയുന്നു എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ തിരികെ തരിക, ഇല്ലെങ്കിൽ ഒരു തരത്തിലും ഇത് ചോദിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒരിക്കലും വരത്തില്ല, നീ സമാധാനത്തോടു കൂടി പഠിക്കുകയെന്ന. ദൈവം അവനിൽ ശരണപ്പെടുന്നവർക്ക് എപ്പോഴും വഴികളൊരുക്കും, സംരക്ഷണമൊരുക്കും, പുതിയ ജീവിതം നയിക്കുവാനുള്ള കൃപയുടെ സഞ്ചാരപാതകൾ ശുഭകരമാക്കി തരികയും ചെയ്യും. മക്കളെ നന്നായി പരിപാലിച്ച് ഈശോ നടത്തിയതിനെയാണ്, അമ്മ മാതാവ് കരം പിടിച്ചതിനെയാണ് സഹോദരി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ പറയുന്നില്ലേ, മക്കളുടെ പരീക്ഷയാണെന്നറിയുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയല്ല, എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ എവിടെയാണെങ്കിലും ബാക്കിയുള്ളവർ എന്ത് സംസാരത്തിന് വന്നാലും മറുപടി ഒരു വാക്കുപോലും പറയാതെ ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതൊരു വിശ്വാസമാണ്. എന്തൊക്കെ കുറവുണ്ടെങ്കിലും കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അമ്മ മാതാവ് ആ എഴുതുന്ന മക്കളുടെ പരീക്ഷകളെ വിജയിപ്പിച്ചു കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാകുവാൻ, അമ്മ നൽകുന്ന ഔദാര്യത്തിന് കാലത്തെ അതിജീവിച്ച് നിലനിർത്തുവാൻ അമ്മ സഹായിക്കുമെന്ന്. ഈ മകൾ ഇന്ന് നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് മറ്റൊരു മകൾ നഴ്സിംഗ് പഠനം 2ാമത്തെ വർഷം എത്തിച്ചേർന്ന് ഈ അൾത്താരയിൽ സന്തോഷത്തോടെ കരംകൂപ്പി നിൽക്കുമ്പോൾ അമ്മ മാതാവിനോട് പറയുവാൻ നന്ദി മാത്രമേ ഉള്ളൂ. ലോണൊന്നും എടുക്കാതെ അമ്മ മാതാവ് ഒരുക്കിയ വഴികളിലൂടെ, അമ്മ മാതാവ് അറിഞ്ഞു സ്നേഹിച്ച മനുഷ്യരുടെ കാരുണ്യ പ്രവൃത്തിയിലൂടെ ഒരു മകളെ പഠിപ്പിച്ചെടുക്കുവാൻ ഈ നാളുകളിൽ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയെ സഹായിച്ചുവെന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശ്വസിച്ച് ശരണപ്പെട്ട ദൈവസന്നിധിയിൽ ചോദിച്ചാൽ അവിടുന്ന് കരം തുറന്ന് മനം തുറന്ന് ജീവിതത്തെ അനുഗ്രഹിക്കും വിധം കൂടെ നിൽക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മയ്ക്കും മകൾക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി